മതമില്ലാത്ത ഒരു മാർഗത്തിനകത്തേക്ക് ഇവർ ഈ മാമൂലുകൾ കൊണ്ടുവരത്തില്ലായിരുന്നു, അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരത്തില്ലായിരുന്നു. എന്തുടുക്കണം, എങ്ങനെ നടക്കണം, ഒരുങ്ങരുത്, കൺമഷിയിടരുത്, ചുണ്ടിൽ ചായം തേക്കരുത്, എന്താ നെയിൽ പോളിഷ് അടിക്കുക, ഇതൊക്കെ പറയാൻ ഇവരാരാ? ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് കഴിക്കണം, ഇതൊക്കെ തീരുമാനിക്കാൻ പാസ്റ്റേഴ്സ് ആണ്. പുരോഹിതന്മാരാരാണ്? മതമാണത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അത് കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നിങ്ങനെയുള്ള മാനുഷിക കൽപ്പനകൾക്ക് നിങ്ങൾ കീഴടങ്ങുന്നു. അതിൽ തൊട്ടാൽ അത് പ്രശ്നമാണ്, അയിത്തമാണ്. ഇങ്ങനെ ചെയ്താൽ അത് പ്രശ്നമാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നമാണ്. ഇങ്ങനെ വേർപാട് വിട്ട് ഇങ്ങനെ നടന്നോണം, ആരുമായിട്ട് ഇടപെടാതെ ഇങ്ങനെ നടക്കുന്ന, അതാണോ വിശുദ്ധി? അതാണോ വേർപാട്? ഇങ്ങനെ ആരുമായിട്ടും സഹകരിക്കാതെ, ആരുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ ഒരുങ്ങുന്നത് പ്രശ്നമാണ്. നല്ല രീതിയിൽ ഒരു ലിപ്സ്റ്റിക് ഇടുന്നത് പ്രശ്നമാണ്. നെയിൽ പോളിഷ് ചെയ്യുന്നത് പ്രശ്നമാണ്. ഇങ്ങനെ പുറമേ കാണുന്നതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുന്നതാണ് മതം. അങ്ങനെ ചെയ്തെങ്കിലേ ദൈവത്തിന് ഇഷ്ടമാകും. സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവമെന്ന് ഇവർ തന്നെ പറയുന്ന ഈ ദൈവത്തിന് ഒരു പെൺകുഞ്ഞ് അവളുടെ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടാൽ ഈ ദൈവം പിണങ്ങുമോ? ലിപ്സ്റ്റിക് ഇട്ടാൽ ഈ ദൈവത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? എന്ത് ദൈവത്തെയാണ് ഈ മുന്നോട്ട് വെക്കുന്നത്? മതദൈവത്തെയാണ് മുന്നോട്ട്